الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അവൻ കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ പിരിഞ്ഞുപോയതിനു ശേഷം വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മളെല്ലാവരും കണ്ണും കാതും തുറന്നത്
നമ്മുടെ ജില്ലയിലെ പാങ് എന്ന് പറയുന്ന പ്രദേശത്തെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധമാക്കിയ, കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വാഹനാപകട ദുരന്തത്തിന്റെ വാർത്തകളിലേക്കാണ്. വാൽപ്പാറയിലുണ്ടായ വാഹനാപകട ദുരന്തം ഇതിനകം 10 പേരുടെ ജീവൻ അപഹരിക്കുകയുണ്ടായി. പലതരത്തിലുള്ള മനുഷ്യർ പലതരം ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഒരു ദിവസം നട്ടപ്പാതിരയും കഴിഞ്ഞ് തങ്ങൾ ഉദ്ദേശിച്ച ഒരു യാത്രക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പലതരത്തിൽ യാത്ര പറഞ്ഞിറങ്ങിയവർ ഒരു വാഹനാപകടത്തെ തുടർന്ന് അവരെല്ലാവരും മരണമെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരുമിച്ച് മൃതദേഹങ്ങളായാണ് വീടുകളിലേക്ക് പിന്നീട് തിരിച്ചെത്തിയത്. അക്ഷരാർത്ഥത്തിൽ മനസ്സിനെ അതിയായി വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ ദിവസങ്ങളിൽ ആ പ്രദേശവും നമ്മുടെ നാടും ഒക്കെ കണ്ടിട്ടുള്ളത്, സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം മരിച്ച 9 ആളുകളുടെ 7 വീടുകൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടായി. പലതരത്തിലാണ് അവർ ഓരോരുത്തരും തങ്ങളുടെ വീടുകളിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിപ്പോയിട്ടുള്ളത്. ചിലരൊക്കെ വീട്ടിലുള്ളവർ, പ്രിയപ്പെട്ടവർ പലരും തടസ്സം നിന്നിട്ടും വാശി പിടിച്ച് മരണത്തിലേക്ക് ഇറങ്ങിപ്പോയവരാണ്. മറ്റു ചിലർ അത്ര താല്പര്യമില്ലാതിരുന്നിട്ടും സഹപ്രവർത്തകരോടൊപ്പമുള്ള ഒത്തുകൂടൽ എന്ന ഒരു സന്ദർഭത്തിലേക്ക് ഉന്തിത്തള്ളിവിട്ടവരെ പോലെ മരണത്തിലേക്ക് പോയവരാണ്. വിവിധ മതാനുയായികളായ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ വീടകങ്ങൾ ഇപ്പോഴും ശാന്തമായിട്ടില്ല. ആ നാടിപ്പോഴും കരച്ചിലടക്കിയിട്ടില്ല. പെട്ടെന്ന് തോരുന്ന കണ്ണുനീരല്ല ആ അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹു എപ്പോഴോ തീരുമാനിച്ചു വെച്ച വിധികളിലേക്ക് മനുഷ്യർ കടന്നു ചെല്ലുകയാണ് ചെയ്യുക. മരണപ്പെട്ടു പോയവരിൽ ഭൂരിഭാഗവും മുസ്ലിം സഹോദരിമാരാണ്. അവരിൽ പലരും ഇങ്ങനെയൊരു സന്ദർഭത്തിന് നേരത്തെ മുന്നൊരുക്കം നടത്തിയവരെ പോലെ അധികം പ്രായമാകാതെ തന്നെ ഹജ്ജ് കർമ്മത്തിന്റെ ബാധ്യതയൊക്കെ തീർത്ത് അള്ളാഹുവിന്റെ ഏതോ ഒരു തൗഫീഖ് കൊണ്ട് ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന മരണത്തിന് മുന്നൊരുക്കം നടത്തിയവരെ പോലെ ആണ് ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയിട്ടുള്ളത്. അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
ആ അപകടത്തെ തുടർന്ന് ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ ഇനിയും ബാക്കിയുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ശിഫയും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മരണത്തിൽ, വിയോഗത്തിൽ വേദനിക്കുന്ന അവരുടെ കുടുംബങ്ങൾ, ഉറ്റവർ, ഉടയവർ, ആ സ്കൂളിലെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുമക്കളായ വിദ്യാർത്ഥിനികൾ, അവരുടെ സഹപ്രവർത്തകർ, അല്ലാഹു എല്ലാവർക്കും ക്ഷമയും സഹനവും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമെല്ലായ്പ്പോഴും മരിച്ചുപോയവർക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചില ആലോചനകളും ഉത്ബോധനങ്ങളും പ്രദാനം ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോഴൊക്കെ ഒരിടത്തു നിന്ന് വാശി പിടിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്നത് നമുക്കായി വിധിക്കപ്പെട്ട മരണത്തിലേക്കായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റു പലരും നമ്മളെ ഉന്തിത്തള്ളി നമ്മെ പറഞ്ഞയക്കുന്നത് നമുക്കായി അല്ലാഹു വിധിച്ചിട്ടുള്ള ഒരു വിധിയിലേക്കായിരിക്കും. അതുമല്ലെങ്കിൽ നമ്മൾ അലസമായി മടിപിടിച്ച് ഒരിടത്ത് കുത്തിയിരുന്നാൽ ആ കുത്തിയിരിപ്പ് നമുക്കായി അല്ലാഹു വിധിച്ചിട്ടുള്ള ഒരു മരണത്തിന് വേണ്ടിയുള്ള സമയവും സന്ദർഭവും കാത്ത് നമ്മൾ കുത്തിയിരിക്കുന്നതാകാം. അങ്ങനെയൊക്കെ മരണം ജീവിതത്തിലേക്ക് കടന്നു വരും. മരണം സംഭവിക്കുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ എല്ലാ മനുഷ്യർക്കും ചില തിരിച്ചറിവുകൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ജീവിതം അവസാനിക്കുകയാണ് എന്ന യാഥാർത്ഥ്യബോധത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ, കഴിഞ്ഞുപോയ ആയുസ്സിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് ഉറപ്പായിട്ടും നഷ്ടബോധങ്ങളുണ്ടാകും എന്നത് വിശുദ്ധ ഖുർആനിന്റെ ഒരു സന്ദേശമാണ്. ഒരൽപ്പം നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോഴല്ലാതെ ഒരൽപ്പം കൂടി കഴിഞ്ഞതിന് ശേഷമായിരുന്നെങ്കിൽ, കഴിഞ്ഞുപോയ ഒരായുസ്സിൽ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില അവസരങ്ങളെ ഉപയോഗിക്കാമായിരുന്നു, ചിലതൊക്കെ നല്ലത് ചെയ്യാമായിരുന്നു എന്ന് മനുഷ്യർ ആഗ്രഹിക്കുമെന്ന്, അതിനുവേണ്ടി കൊതിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ആത്മകഥാപരമായ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ് ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡേയിങ് എന്ന പേരിൽ ഓസ്ട്രേലിയക്കാരിയായ ഒരു വനിത പാലിയേറ്റീവ് കെയർ സേവനത്തിൽ മുഴുകിയിരുന്ന ഒരു വനിത എഴുതിയിട്ടുള്ള പുസ്തകം. 2011 പബ്ലിഷ് ചെയ്യപ്പെട്ട ആ പുസ്തകം ആ സ്വഭാവത്തിലുള്ള ലോകത്തെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ്. ആ പുസ്തകത്തിൽ അതിന്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട സന്ദേശം, ഉള്ളടക്കം എന്ന് പറയുന്നത്, ഈ വനിത നഴ്സ് പാലിയേറ്റീവ് കെയർ പരിചരണത്തിനിടയിൽ അവർക്ക് പരിചരിക്കേണ്ടി വന്ന മരണത്തോട് മല്ലടിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുമായി അവർ നടത്തിയ സംഭാഷണങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ സന്ദേശങ്ങളാണ്. അങ്ങനെ നൂറുകണക്കിന് മനുഷ്യർ, പാലിയേറ്റീവ് പരിചരണത്തിലിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമുക്കറിയാം. അവർ ജീവിതത്തിന്റെ ശിഷ്ടകാലം സാധ്യമാവുന്ന അളവിൽ വേദനകളില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള പരിചരണത്തിൽ ഉള്ള ആളുകളായിരിക്കും. അവർ മരണം പ്രതീക്ഷിച്ചു കിടക്കുന്ന ആളുകളായിരിക്കും നല്ലൊരു ശതമാനവും. അങ്ങനെയുള്ള മനുഷ്യരോട്
അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സ്ത്രീ അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇപ്പോഴാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടബോധം തോന്നുന്ന കാര്യം എന്താണ് എന്നതാണ്. അതിനവരുടെ മുമ്പിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചുപോയ ആ മനുഷ്യർ നൽകിയിട്ടുള്ള മറുപടികൾ വളരെ വൈവിധ്യമുള്ള മറുപടികളാണ്. അങ്ങനെയുള്ള ധാരാളക്കണക്കായ മറുപടികളിൽ നിന്ന് ആവർത്തിച്ചു വന്ന കോമണായ 5 പ്രധാനപ്പെട്ട റിഗ്രറ്റ്സുകൾ, 5 പ്രധാനപ്പെട്ട പശ്ചാത്താപങ്ങൾ, നഷ്ടബോധങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ നഷ്ടബോധമില്ലാതെ മരിക്കാനുള്ള ഒരു അവസരമുണ്ടാകണം എന്ന ആഗ്രഹത്തിൽ അവർ ക്രോഡീകരിച്ചതാണ് ഈ പുസ്തകം. കോമണായി പൊതുവിൽ മരിക്കാൻ പോകുന്നതിന് മുമ്പ് മനുഷ്യർ ആലോചിക്കുമ്പോൾ അവർക്ക് നഷ്ടബോധം തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായി 5 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം, കുറെ അധികം ആളുകൾ പറഞ്ഞത്, I wish I would had the courage to live a life true to myself, not the life others expected of me. എനിക്ക് സത്യസന്ധമായി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് എന്റെ ധാർമ്മിക ബോധത്തിന്റെയും എന്റെ വിശ്വാസത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ട്രൂത്തിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാവുക. അങ്ങനെ ഞാൻ സ്വയം ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് ജീവിക്കാമായിരുന്നു. മറ്റുള്ളവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്നതിന് പകരം എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മനുഷ്യന് ജീവിതാവസാനത്തിൽ പലപ്പോഴും റിഗ്രറ്റ് തോന്നുന്ന, പശ്ചാത്താപം തോന്നുന്ന ഒരു കാര്യം അതായിരിക്കും. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെ പോലെ ആവുക, ഫാഷനൊപ്പമാവുക, ട്രെൻഡുകൾക്കൊപ്പമാവുക, സാമൂഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക. ഇതാണ് മനുഷ്യർക്ക് പലപ്പോഴും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരബദ്ധം എന്ന് പറയുന്നത്. അക്കാര്യത്തെക്കുറിച്ച് അങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടിയിരുന്നത്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് എനിക്ക് ഞാനായി തെരഞ്ഞെടുക്കുന്ന ഒരു ജീവിതം നയിക്കാനുള്ള കറേജ്, അതിനാവശ്യമായ ധൈര്യം യഥാർത്ഥത്തിൽ എനിക്കുണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മനുഷ്യൻ നഷ്ടസങ്കടത്തിൽപ്പെടുന്ന, നഷ്ടബോധത്തിന്റെ സങ്കടത്തിൽപ്പെടുന്ന ഘട്ടം മരണത്തിന് മുമ്പുണ്ടാകും എന്നതാണ് അതിലെ ഒരു സൂചന, ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒന്ന്, കോമൺ ആയിട്ട് കുറെ ആളുകൾ പറഞ്ഞ അവരുടെ ഒരു നഷ്ടബോധം എന്ന് പറയുന്നത്, I wish I hadn't worked so hard. ഞാൻ അത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് അവരുടെ കരിയറിനെ കുറിച്ചാണ്. ചില മനുഷ്യർ, അല്ലെങ്കിൽ പൊതുവിൽ മനുഷ്യർ പ്രത്യേകിച്ചും, സാമ്പത്തികമായ ശേഷി, പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യമായി എല്ലാവരും കാണുന്നതുകൊണ്ട് തന്റെ ഒരു കരിയർ, തന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. മറ്റെല്ലാറ്റിനെയും അവഗണിച്ചുകൊണ്ട് ജോലിയിൽ മുഴുകുന്ന, അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകൾ ഒടുവിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന മരണാസന്നമാകുന്ന വേളയിൽ ഞാൻ അത്ര, എനിക്ക് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും പലതും വിട്ടുകളഞ്ഞ് ഞാൻ അങ്ങനെ എന്റെ ജോലിയിൽ മാത്രം, എന്റെ സമ്പാദ്യ മാർഗത്തിൽ മാത്രം, എന്റെ കച്ചവടത്തിൽ മാത്രം അങ്ങനെ തലകുത്തി വീഴേണ്ടിയിരുന്നില്ല. അത്ര കഷ്ടപ്പെടേണ്ടുന്ന, അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ഫാമിലിക്ക് സമയം കൊടുത്ത്, മക്കൾക്ക് സമയം കൊടുത്ത്, ചുറ്റുപാടുള്ള മനുഷ്യർക്ക് സമയം കൊടുത്ത്, അവരുമായി ഇടപഴകി,
ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരേ ഒരു മാനദണ്ഡം പണമല്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് എനിക്ക് കുറച്ചുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാമായിരുന്നു എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടാകുമെന്നാണ്. മറ്റൊന്ന്, I would had the courage to express my feelings. എനിക്ക് എന്റെ യഥാർത്ഥ ഫീലിംഗ്സ്, എന്റെ യഥാർത്ഥത്തിലുള്ള വികാരങ്ങൾ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് കുറച്ചുകൂടി ധൈര്യമുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമെന്നാണ്. പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഫീലിംഗ്സിനെ പല കാരണങ്ങൾ കൊണ്ട്, സാമൂഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള ദുരഭിമാന ബോധം കൊണ്ട് ഒക്കെ സപ്രസ് ചെയ്യുകയും അതിനെ അടക്കി നിർത്തുകയും യഥാർത്ഥത്തിലുള്ള ഇമോഷൻസ്, യഥാർത്ഥത്തിലുള്ള ഫീലിംഗ്സ്, അത് സന്തോഷത്തിൻ്റെതാകാം, സങ്കടത്തിൻ്റെതാകാം, മറ്റു പലതിൻ്റെതുമാകാം വികാരങ്ങൾ, അത് യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ എല്ലാം അടക്കി പിടിച്ച് ജീവിച്ച അസ്വസ്ഥമായ ഒരു ജീവിതത്തെക്കുറിച്ച് മനുഷ്യന് മരണാസന്നനാകുമ്പോൾ നഷ്ടബോധമുണ്ടായേക്കാം, നഷ്ടബോധമുണ്ടാകും എന്ന അനുഭവമാണ് അതിലൂടെ പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത്. നാലാമത്തെ ഒരു കാര്യം അവർ രേഖപ്പെടുത്തിയത്, I wish I had stayed in touch with my friends. എനിക്ക് എന്റെ കൂട്ടുകാരുമായി, എന്റെ സുഹൃത്തുക്കളുമായി കുറച്ചുകൂടിയൊക്കെ അവരുമായി അടുപ്പമാകാമായിരുന്നു, കുറച്ചു സമയം കൂടി അവരോടൊപ്പം ചെലവഴിക്കാമായിരുന്നു. മറ്റു പലതിലും മുഴുകിയിരുന്നത് കൊണ്ട് കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അടുത്ത ബന്ധുക്കൾ, ഫാമിലി റിലേഷനിലുള്ളവർ, നമ്മെ സ്നേഹിക്കുന്നവരെന്ന് ഒരുപക്ഷെ രോഗാതുരമായി കിടക്കുമ്പോ, രോഗശയ്യയിൽ കിടക്കുമ്പോ ഇവരൊക്കെയും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നുവെന്ന് അപ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ ചുറ്റുമുള്ളവർ, നമുക്കൊപ്പം ജീവിച്ചു പോന്നവർ, അവരെയൊക്കെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാതെ പോയതിന്റെ സങ്കടം മരണത്തിന് മുമ്പുണ്ടാകും എന്നതാണ്. അപ്പൊ അവരെ ഒന്നുകൂടി, കുറച്ചുകൂടി അവരെയൊക്കെ പരിഗണിക്കാമായിരുന്നു, കുറച്ചുകൂടി കീപ് ഇൻ ടച്ച് വിത്ത് ദം, അവരുമായിട്ട് കുറച്ചുകൂടിയൊക്കെ അടുപ്പം ആകാമായിരുന്നു എന്ന് തോന്നുന്ന സന്ദർഭമുണ്ടാകും എന്നതാണ്. അവസാനമായി അവർ രേഖപ്പെടുത്തിയ കോമണായ ഒരു നഷ്ടബോധം, ഒരു പശ്ചാത്താപം എന്ന് പറയുന്നത്, I wish that I had let my life myself be happier. കുറച്ചുകൂടിയൊക്കെ സന്തോഷകരമായി ജീവിക്കാൻ എനിക്ക് എന്നെ അനുവദിക്കാമായിരുന്നു. വളരെ റിജിഡായ, വളരെ കുടുസായ ഒരു ജീവിതം സ്വയം ഭരിക്കുന്നതിന് പകരം കുറച്ചുകൂടിയൊക്കെ റിലാക്സ്ഡ് ആയി, കുറച്ചുകൂടെയൊക്കെ ഫ്ലെക്സിബിൾ ആയി, കുറച്ചുകൂടെയൊക്കെ ഹാപ്പിയായി ജീവിക്കാൻ എനിക്ക് എന്നെ അനുവദിക്കാമായിരുന്നു എന്നതാണ്. ഇത് ജനറലായി ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ നമ്മുടേതായ ഒരു ധാർമ്മിക കാഴ്ചപ്പാടിന്റെയും വിശ്വാസപരമായ കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കേണ്ടുന്ന കുറെ യെസ് ഓർ നോകളെ, അത് സമയത്ത് യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനും നോ പറയേണ്ടിടത്ത് നോ പറയാനുമുള്ള ഒരാർജവും ധൈര്യവും നമുക്ക് ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം തിരിച്ചറിവുകൾ, ഇത്തരം നഷ്ടബോധങ്ങൾ മനുഷ്യർക്ക് മരണാസന്നമാകുമ്പോൾ മാത്രമല്ല ഉണ്ടാവുക. നമ്മുടെയൊക്കെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ജീവിതത്തിന്റെ ഓരോ സുപ്രധാനമായ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും ആലോചിക്കുന്ന മനുഷ്യർക്ക്, തിരിഞ്ഞു നോക്കുന്ന മനുഷ്യർക്ക് ആ കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിന്ന് റിഗ്രറ്റുകൾ ഉണ്ടാകും, ചില നഷ്ടബോധങ്ങൾ ഉണ്ടാകും. പക്ഷേ മനുഷ്യരുടെ സാധാരണഗതിയിലുള്ള ഒരവസ്ഥ, ആ നഷ്ടബോധങ്ങൾ ഉണ്ടായാലും, ആ നഷ്ടങ്ങളെ നികത്താനുള്ള അവസരങ്ങൾ മുന്നിലുണ്ടായാലും, ആ നഷ്ടങ്ങളെ നികത്താനുള്ള ആർജവും ധൈര്യവും പലപ്പോഴും മനുഷ്യർ കാണിക്കുകയില്ല. പഴയ അവസ്ഥയിൽ തന്നെ ജീവിതം തുടരുകയും അതിനെ ഒന്ന് പരിവർത്തിപ്പിക്കാനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക വഴി മരണാസന്നമാകുന്ന കാലത്ത്, രോഗാതുരമാകുന്ന കാലത്ത്, ഒന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് ശേഷിയില്ലാതെ പോകുന്ന ഒരു കാലത്ത് ആ പശ്ചാത്താപവുമായി അല്ലെങ്കിൽ ആ നഷ്ടസങ്കടങ്ങളുമായി മരിച്ചു പോകേണ്ടുന്ന ഗതിയുണ്ടാകും ഭൂരിഭാഗം മനുഷ്യർക്കും എന്ന സന്ദേശമാണ് അവർ ഈ പുസ്തകത്തിലൂടെ നൽകിയിട്ടുള്ളത്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ പിന്നിട്ട് നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഘട്ടങ്ങൾ, ജീവിതത്തിന്റെ ശൈശവഘട്ടം, കൗമാരഘട്ടം, യൗവനഘട്ടം, ഇങ്ങനെ ഓരോന്ന് കടന്നുപോകും. അതല്ലാതെയും നമ്മൾ വിലയിരുത്തിയാൽ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസ ഘട്ടങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനമായ സുപ്രധാനമായ ഘട്ടങ്ങളായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരു വേള വലിയ അഭിമാനവും സന്തോഷവും നമ്മൾ നേടിയതിനെ കുറിച്ചുണ്ടാവുകയും അതേ സമയത്ത് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ പല നഷ്ടബോധങ്ങളും നമുക്ക് തോന്നുകയും അങ്ങനെയാകാമായിരുന്നു അക്കാലത്ത്, കുറച്ചുകൂടി നന്നാകാമായിരുന്നു, കുറച്ചുകൂടി പരിശ്രമിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന അവസ്ഥയും നമ്മുടെ വിദ്യാഭ്യാസ ഘട്ടങ്ങളുടെ എൻഡിൽ നമ്മളിൽ അത്തരം വിചാരങ്ങളും ബോധങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകും. പക്ഷേ ആ യാഥാർത്ഥ്യബോധത്തിൽ നിന്ന്, ആ നഷ്ടബോധത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള, അത്തരം നഷ്ടങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനം, ആ തീരുമാനമെടുക്കാനുള്ള ഇച്ഛാശക്തി നമുക്കില്ലാതെ പോകുന്നതുകൊണ്ട് മരണം വരെയും ജീവിതത്തിൽ ആ നഷ്ടം നികത്താനുള്ള അവസരങ്ങൾ നമ്മൾ മിസ് ചെയ്യുകയാണ് ചെയ്യുക, നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ജീവിതത്തിലെ അത്തരം ഘട്ടങ്ങളൊക്കെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ, മരണത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. മരണം, മുമ്പിൽ സംഭവിക്കുന്ന ഓരോ മരണവും മറ്റുള്ളവരുടേത്. മരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മരണങ്ങളിൽ നിന്നാണ് നമുക്ക് ഗുണപാഠങ്ങൾ സ്വീകരിക്കുക. അതേസമയം മരണമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിക്കാനും നമ്മെ തിരുത്തി നഷ്ടങ്ങൾ നികത്തി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്ന യാഥാർത്ഥ്യം എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ വിധത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആത്മവിമർശനങ്ങളിൽ പരിശോധനകൾ, ആത്മപരിശോധനകൾ നിർവഹിക്കാൻ, നമുക്ക് ബോധ്യപ്പെടുന്ന നമ്മുടെ നഷ്ടങ്ങൾ നികത്താനുള്ള, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകാൻ ഒക്കെ നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അൽ ജാമിയ അൽ ഇസ്ലാമിയയിൽ ഒരു അക്കാഡമിക് ഇയറിന് സമാപനം കുറിക്കുകയാണ്. പുതിയ ഒരു അക്കാഡമിക് ഇയറിലേക്ക് പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി അൽ ജാമിയ ഒരുങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ SSLC പഠനത്തിന് ശേഷം, 10ാം ക്ലാസ് പഠനത്തിന് ശേഷം തുടർ പഠനത്തിന് അൽ ജാമിയയിൽ അവസരം നേടാനുള്ള അഡ്മിഷൻ ടെസ്റ്റ് അടുത്ത ശനിയാഴ്ച മെയ് 2-നാണ് നടക്കുക. അത് മഹല്ലുവാസികളെ സവിശേഷമായി അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയുമാണ്. നമ്മുടെ മഹല്ലിൽ നിന്ന്, നമ്മുടെ ഈ മഹല്ലിൽ ഉള്ള കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ ഒരു ഇസ്ലാമിക പഠന കേന്ദ്രത്തിൽ, ഉപരിപഠന കേന്ദ്രത്തിൽ പഠിക്കാനുള്ള അവസരം നമ്മുടെ മക്കൾക്കുണ്ടാകേണ്ടതുണ്ട്. അതിൽ നമ്മൾ ജാഗ്രത പുലർത്തണം. അപ്പൊ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ മക്കളുടെ രക്ഷിതാക്കൾ സവിശേഷമായി ആ കാര്യം ശ്രദ്ധിച്ച് ഇസ്ലാമിക പഠനരംഗത്ത് നമ്മുടെ കുട്ടികളെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടാൻ ശ്രദ്ധിക്കണമെന്നും അഡ്മിഷൻ ടെസ്റ്റിന്റെ സന്ദർഭത്തിൽ അവരെ അതിനെ തയ്യാറാക്കി ഹാജരാക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഒരു അക്കാഡമിക് ഇയർ അവസാനിക്കുമ്പോൾ അൽ ജാമിയയിൽ നിന്ന് ദീർഘമായ 6 വർഷത്തെ പഠനം പൂർത്തിയാക്കി
ഒരു കൂട്ടം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ അവരുടെ ജീവിതത്തിന്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പടിയിറങ്ങി പോവുകയാണ്. ഈ വർഷം 2 കോഴ്സുകളിൽ നിന്നായി 35 വിദ്യാർത്ഥികളും 41 വിദ്യാർത്ഥിനികളും അൽജാമിയയിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുകയാണ്. അവരിനി അവരുടെ ജീവിതത്തിന്റെ പുതിയ ഒരു ഘട്ടത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. 6 വർഷക്കാലം എന്ന് പറയുന്നത് ചെറിയ കാലമല്ല. ഈ വർഷങ്ങളിലൊക്കെയും അവർ നമ്മോടൊപ്പം ഈ പള്ളിയിലും ഈ പള്ളിയുടെ പരിസരത്തും അൽജാമിയുടെ ക്യാമ്പസിലും ഈ നാട്ടിലെ മറ്റു പലയിടങ്ങളിലുമായിട്ട് നമുക്കിടയിൽ നമ്മോടൊപ്പം ജീവിച്ചു പോയവരാണ്. അവർ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അവർ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ജീവിത ഘട്ടങ്ങളെ തുടർന്ന് അഭിമുഖീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖും അവർക്കുണ്ടായിത്തീരാൻ വേണ്ടി നമ്മൾ സവിശേഷമായി ഒരു തവണയെങ്കിലും നിർബന്ധമായും പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുകയാണ്. അള്ളാഹു അവരെയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ അവർ ഇസ്ലാമികമായ പഠനമാണ് ഇത്രയും കാലം നിർവഹിച്ചത്. ആ പഠനത്തിലൂടെ ലഭ്യമായ അറിവിനെ അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയ ജീവിതാനുഭവത്തെ കൈമുതലാക്കി അവരുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ, അതുവഴി അവർക്ക്, അവരുടെ കുടുംബത്തിന്, അതിലുപരിയായി മുസ്ലിം സമുദായത്തിന്, ഈ നാട്ടിലെ സമൂഹത്തിന് ഒക്കെ ഉപകാരം ലഭിക്കുന്ന, സേവനം ചെയ്യാൻ കഴിയുന്ന ഉത്തമ പൗരന്മാരായി മാറാൻ അള്ളാഹു അവരെ തുറക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിനികളിൽ നല്ലൊരു ശതമാനം. അള്ളാഹു അവർക്കൊക്കെയും അവരുടെ പരീക്ഷകളിൽ ഉന്നതമായി വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സവിശേഷമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.